3 മണി കഴിഞ്ഞതോടെ വോട്ടിംഗ് ഒക്കെയും കഴിഞ്ഞു. ഗോകുലും ശ്യാമും ഷെബിയും നിമിഷയും ഗുൽമോഹറിൻ്റെ ചുവട്ടിലിരുന്ന് കഥ പറയുന്ന തിരക്കിലാണ്. ആ സമയത്താണ് ആദ്യം അങ്ങോട്ട് വരുന്നത്. എടാ ഗോകു, നീ പോയി ഒരു പാക്കറ്റ് വാട്ടർ ബലൂൺ വാങ്ങിച്ചു വന്നേ. ആദിയുടെ പറച്ചിൽ കേട്ട് എല്ലാവരും ഒരു നിമിഷം നിശബ്ദരായി. എന്തിനാ? രണ്ടുപേർക്കും ആദ്യ രാത്രിയിൽ വെള്ളം നിറച്ച് കളിക്കാനാ? ഗോകുൽ മുഖത്തൊരു നാണമൊക്കെയും വരുത്തിക്കൊണ്ട് പറഞ്ഞു. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുള്ള നിന്റെ കോമഡിയെ കേൾക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല, സമയമില്ല. നീ പോയി ഞാൻ പറഞ്ഞ സാധനം പെട്ടെന്ന് വാങ്ങിച്ചു വാ. ആദ്യം അത്രയും പറഞ്ഞ് ധൃതി കൂട്ടി. എന്താടാ സംഭവം? ശ്യാം കാര്യം തിരക്കി. അന്നേരാണ് ആദി മടക്കി കുത്തിയ തൻ്റെ മുണ്ട് താഴ്ത്തി തൻ്റെ പിൻഭാഗം അവർക്ക് കാണിക്കുന്നത്. മുണ്ടിൻ്റെ പിൻഭാഗത്ത് ചുവപ്പ് കലർന്നത് കണ്ടതും ഗോകുൽ ചാടി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു, എടാ ആദ്യം നിനക്ക് പീരീഡ്സ് ആയതാണോ? അത് കേട്ടതും ബാക്കി 3 പേരും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. പീരീഡ്സ് ആയതേ നിന്റെ മറ്റവൾക്ക്. പിന്നെന്താ, നിനക്ക് മൂലക്കുരുവിൻ്റെ അസുഖമുണ്ടോ? മൂലക്കുരു? പോടവിടുന്ന്. ഇത് അവൾ പറ്റിച്ച പണിയാ, എൻ്റെ പുന്നാര ഭാര്യ. അവൾ വാട്ടർ ബലൂണിൽ റെഡ് കളർ കലർത്തി എറിഞ്ഞതാ. ഞാൻ വാഷ്റൂമിൽ പോയി തിരികെ വരുമ്പോൾ എൻ്റെ പിന്നിൽ നിന്ന് പറ്റിച്ച പണിയാ. ഇത് കേട്ട് എല്ലാവരും പിന്നെയും ചിരിച്ചു. ആദിയുടെ എൻ്റെ പുന്നാര ഭാര്യ എന്ന പ്രയോഗം കേട്ട് നിമിഷയുടെ മുഖം പൊടുന്നനെ മങ്ങി. അത് പുറത്ത് കാണിക്കാതെ അവൾ അവരുടെ കൂടെ നിന്ന് ചിരിച്ചെന്ന് വരുത്തുകയായിരുന്നു. എന്നിട്ട് നീ ഇനി വാട്ടർ ബലൂൺ വെച്ച് എന്ത് ചെയ്യാൻ പോവുക? ഷെബി ചോദിച്ചു. അതൊക്കെ ഉണ്ട്, നീ പോയി പെട്ടെന്ന് വാങ്ങിച്ച് വാടാ എന്നും പറഞ്ഞ് ഗോകുലിനെ ഉന്തിത്തള്ളി വിട്ടു. പ്രിയയും പൂജയും മിന്നുവും ലേഡീസിൻ്റെ വാഷ്റൂം ഏരിയയിലായിരുന്നു. മിന്നുവിനെയും പൂജയും കാവൽ നിർത്തി പ്രിയ വാഷ്റൂമിൽ കയറി. അന്നേരാണ് ആദ്യം അങ്ങോട്ട് വരുന്നത്. പൊതുവെ ഗേൾസിൻ്റെ സൈഡിലോട്ട് ബോയ്സിന് പ്രവേശനം ഇല്ലായിരുന്നു. ആദ്യം കണ്ടതും മിന്നുവും പൂജയും ഇതെന്താ ഇവിടെ എന്ന പോലെ ഒന്നവനെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. പ്രിയ, വാഷ്റൂമില്ല. നിങ്ങൾ വീട്ടിലേക്കാണോ? അതെ. എന്നാൽ നിങ്ങൾ വിട്ടോ, പ്രിയ എൻ്റെ കൂടെ വന്നോളും. അയ്യോ ആദ്യമായിട്ടാ അത്? പ്ലീസ്, എനിക്ക് അവളോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം. വീട്ടിൽ അച്ചമ്മയും അമ്മമ്മയും മാമന്മാരും വല്യച്ഛന്മാരും ഒക്കെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത്. പ്രിയയെ കാണാൻ അവർ വന്നത്. എനിക്ക് അവൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. സോ നിങ്ങൾ പോകുന്നതല്ലേ നല്ലത്? അത് കേട്ടതും അവർ 2 പേരും ആദ്യം പറഞ്ഞത് സത്യമായിരിക്കാമെന്ന് കരുതി അവിടെ നിന്ന് പോയി. വാഷ്റൂമിൽ നിന്നും പുറത്തിറങ്ങിയ പ്രിയ പൂജയും മിന്നുവിനെയും കാണാതെ ചുറ്റും നോക്കി. അപ്പോഴാണ് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആദിയെ കാണുന്നത്. ആദിയെ കണ്ട പ്രിയയുടെ മുഖമൊന്ന് ചുളുങ്ങി. പെൺപിള്ളേരുടെ വാഷ്റൂമിൻ്റെ ഏരിയയിൽ തനിക്കെന്താ കാര്യം? ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൂട്ടു നിൽക്കാൻ വന്നതാ. എനിക്ക് തൻ്റെ സഹായമൊന്നും വേണ്ട. അവരെവിടെ? അവർ പോയി. പോയോ? എങ്ങോട്ട്? വീട്ടിലോട്ട്. വീട്ടിലോട്ടോ? അപ്പോൾ ഞാനോ? അതെന്നോടാ ചോദിക്കുന്നേ? ഞാനിപ്പോൾ നിനക്ക് ഇത് തരാൻ വന്നതാ എന്നും പറഞ്ഞു തൻ്റെ മടിക്കുത്തി നിന്നും 2 വാട്ടർ ബലൂൺ എടുത്ത് അവളുടെ മുഖത്തിന് നേരെ എറിയാനൊരുങ്ങിയതും പ്രിയ പെട്ടെന്ന് മുഖം തിരിഞ്ഞു നിന്നു. ആ നിമിഷം ആദിയുടെ ചുണ്ടിൽ ഒരു തരം ചിരി വിരിഞ്ഞു. അവൾക്ക് ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാതെ തൊട്ടടുത്ത നിമിഷം ആദ്യം അവളുടെ നിതംബം നോക്കി ബലൂൺ എറിഞ്ഞതും അത് പൊട്ടിപ്പിളർന്ന് അവളുടെ പിൻഭാഗം മുഴുവനും രക്തക്കര പോലെ ചുവപ്പ് നിറം പടർന്നു. പ്രിയ ഒന്ന് തിരിഞ്ഞു നോക്കിയതും തൻ്റെ വെളുത്ത പാൻറ്റിൽ പറ്റിയ ചുവന്ന കര കണ്ട് അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു വന്നു. അവന് നേരെ തിരിഞ്ഞു അവനെ ദഹിപ്പിച്ച് നോക്കിയതും അടുത്ത നിമിഷം അവന് മറ്റൊരു ബലൂൺ എടുത്തെറിഞ്ഞ് അവളുടെ മുൻവശവും ചുവപ്പ് പടർത്തി. എന്നിട്ട് അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, പക അത് വീട്ടാനുള്ളതാ. DSUവിൻ്റെ സ്ഥാനാർത്ഥി ഇതുപോലെ അങ്ങ് വീട്ടിലോട്ട് പോയാൽ മതി. അതും ബസ്സിലോ ഓട്ടോയിലോ മറ്റോ. പിന്നെ നിൻ്റെ ഈ കോലം കാണാനേ DSUവിൻ്റെ മുഴുവൻ നേതാക്കന്മാരും അവിടെ വാകച്ചോട്ടിൽ അണിനിരപ്പുണ്ട്. എല്ലാവരുടെയും മുന്നിൽ കൂടി അങ്ങനെ നടന്നു വാ. നീ എന്നോട് ചെയ്തതേ ദേ ഇതുപോലെ മുണ്ട് മടക്കി കുത്തിയ ആരും കാണില്ല. ഇനിയിപ്പോൾ കണ്ടാൽ തന്നെ എനിക്ക് പീരീഡ്സ് ആയതല്ലെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇതാ തൻ്റെ മുണ്ട് ഞാനിന്ന് അഴിച്ചെടുക്കും. എനിക്കത് കിട്ടിയാലും മതി. പ്രിയ ദേഷ്യം കൊണ്ട് അവനെതിരെ നടന്നു. നിനക്ക് മുണ്ടഴിക്കാൻ ഞാൻ നിന്ന് തരാടി. അതും പറഞ്ഞ് ആദ്യം അവളെ പുച്ഛത്തോടൊന്ന് നോക്കിയ ശേഷം നടക്കാനൊരുങ്ങി. ആദ്യ പ്ലീസ് പോടി. ആദ്യം അവളെ ശ്രദ്ധിക്കാതെ നടന്നു. ഒന്ന് നിന്നേ. പിൻവിളി കേട്ട് ആദ്യം ഒന്ന് തിരിഞ്ഞു നോക്കി. പ്രിയ തൻ്റെ ഷർട്ടിൻ്റെ ഫ്രണ്ട് ബട്ടൺസ് മുഴുവനും അഴിക്കുന്നത് കണ്ടതും ഇവൾ ഇതെന്തിനുള്ള പുറപ്പാടാ എന്ന പോലെ ആദ്യം ഒരു നിമിഷം നോക്കി നിന്നു. ഷർട്ടിൻ്റെ മുൻവശം മുഴുവൻ ഓപ്പൺ ആയതും ഷർട്ടിൻ്റെ അകത്തിട്ട കറുത്ത നിറത്തിലുള്ള സ്ലീവ്ലെസ് സ്ലിം ഫിറ്റ് ടാങ്ക് ടോപ്പാണ് അവൻ കാണുന്നത്. അത് കണ്ട് അവനൊന്ന് ഉമിനീരിറക്കിപ്പോയി. ആ ടോപ്പ് അവളുടെ ബോഡിയിൽ ഫിറ്റായി ശരീരഘടന മുഴുവനും എടുത്തു കാട്ടുന്നുണ്ടായിരുന്നു. അവളുടെ വയറും നാഭിച്ചുഴിയും മാറിൻ ചുഴിയും ഒക്കെയും അതിൽ നന്നായി കാണാം. പ്രിയ ഷർട്ട് മുഴുവനും ഊരി മാറ്റി ശേഷം അതെടുത്ത് അരയിൽ കെട്ടുന്നത് കണ്ടതും അവൻ കിളിപ്പോയി നിൽക്കുവാണ്. എന്താണ് നിന്റെ ഉദ്ദേശം? കണ്ടാലറിയില്ലേ, ഞാൻ ദേ ഇതുപോലെ എല്ലാവരുടെയും മുന്നിലൂടെ വന്നോളാം. ഇപ്പോൾ കളറൊന്നും കാണില്ലല്ലോ. പിന്നെ ഞാൻ ആദ്യം വരുന്നത് തൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിലേക്കാണ്.
അല്ലെങ്കിലും ടാങ്ക് ടോപ്പ് മാത്രമിട്ട് നടക്കുന്നത് ഇപ്പം അത്ര പുത്തരിയൊന്നുമല്ല. ടിക്കോപ്പ് ഷർട്ട് എടുത്തിടാൻ, അല്ലെങ്കിൽ ആരെങ്കിലും വരുമെന്ന്. ഇങ്ങോട്ടിപ്പോൾ പെൺപിള്ളേരല്ലാതെ തന്നെ പോലെ ആണുങ്ങൾ കയറി വരാൻ പോണില്ല. ഇനിയിപ്പോൾ വന്നാൽ തന്നെ എനിക്ക് പുല്ല. ഞാനിങ്ങനെ തന്നെ ആണല്ലോ എല്ലാവരുടെയും മുന്നിലേക്ക് വരാൻ പോകുന്നതും. നീ എന്ത് വേണമെങ്കിലും ചെയ്യ് എന്നും പറഞ്ഞ് ആദ്യം കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവിടെ നിന്ന് നടന്നു നീങ്ങി. കുറച്ച് ദൂരം പിന്നിട്ടതും തൻ്റെ ഫ്രണ്ട്സ് കൂട്ടും കൂടി നിൽക്കുന്നത് കണ്ട ആദ്യം ആകെ ടെൻഷനിലായി. ഇനിയിപ്പോൾ അവൾ പറഞ്ഞതുപോലെ ചെയ്ത് കളിയോ എന്നുള്ള പേടിയിൽ ആദ്യം ഒന്ന് തിരിഞ്ഞു നോക്കി. പിന്നെ തിരിഞ്ഞു നടന്ന് വീണ്ടും പ്രിയയുടെ അരികിലെത്തി. അവൾ അപ്പോഴും അതുപോലെ നിൽപ്പാണ്. അവൻ്റെ വരവ് കണ്ടതും അവളുടെ ചുണ്ടിൽ വിജയിച്ചിരി വിരിഞ്ഞു. അവൻ അവളുടെ അരികിൽ വന്ന് നിന്നു. അവളുടെ അരയിൽ കെട്ടിയ ഷർട്ട് വലിച്ചെടുത്തു ധരിക്കാൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി ഷർട്ട് എടുത്തിട്ടു. എൻ്റെ മുണ്ട് തരാനൊന്നും പറ്റില്ല. പിന്നെ എന്താ ഞാൻ ചെയ്യണ്ടേ? അത് പറയുമ്പോഴും അവളോടുള്ള ഇഷ്ടക്കേട് ആദിയുടെ മുഖത്ത് പ്രകടമാവുന്നുണ്ട്. എന്നെ കയ്യിലെടുത്ത് നടന്നാൽ മതി. ആദ്യം ഒരു കെയറിങ് ഹസ്ബൻഡാണെന്നേ എല്ലാവരും അറിയട്ടെ. ആദ്യം എന്നെ കയ്യിലെടുത്താൽ പിൻവശം കവറായിക്കോളും. മുൻവശം ഏന്തി വലിഞ്ഞ ആരും നോക്കാനൊന്നും പോണില്ല. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് വീട്ടിൽ പോകാം. തലവരെ പെരുമ്പാമ്പ് ചുറ്റിയവനെ ആന ചവിട്ടി എന്നുള്ള അവസ്ഥയിലാണ് ആദ്യം ഇപ്പോഴുള്ളത്. തന്നോടുള്ള വാശിക്ക് തുണിയില്ലാതെ നടന്നെന്നും വരാം പിശാശ് എന്നും മനസ്സിൽ പ്രാഗിക്കൊണ്ട് പലരുമിക്കൊണ്ട് അതുപോലെ അവളെയും കയ്യിലെടുത്ത് നടങ്ങാനൊരുങ്ങി. പ്രിയ അവൻ്റെ തോളിൽ കൈയിട്ട് മുറുക്കി പിടിച്ചിട്ടുണ്ട്. പ്രിയക്കിട്ട് പണി കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞു പോയവൻ അവളെയും കൈകളിലേന്തി വരുന്നത് കണ്ടതും ആദിയുടെ ഫ്രണ്ട്സ് വായും പൊളിച്ച് നിൽപ്പാണ്. കൂടെ മനുവും കൂട്ടരും DSUവിൻ്റെ നേതാക്കളും എല്ലാവരും ആ കാഴ്ച നോക്കി നിൽക്കുകയാണ്. കൂട്ടത്തിൽ നിമിഷയെ കണ്ടതും പ്രിയയുടെ മുഖത്ത് വിജയച്ചിരി വിരിഞ്ഞു. നിമിഷയുടെ മുഖത്ത് വിരിയുന്ന ക്രൂരഭാവങ്ങൾ അന്നേരം മറ്റാരും ശ്രദ്ധിച്ചില്ലെങ്കിലും പ്രിയ ശ്രദ്ധിച്ചു. അത് കണ്ടതും പ്രിയ അവളെ കാണിക്കാനെന്ന വണ്ണം ആദിയുടെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. പാർക്കിംഗ് ഏരിയയിലെത്തിയ ആദ്യം തൻ്റെ കാറിൻ്റെ ലോക്കെടുത്ത് ഫ്രണ്ട് ഡോർ തുറന്ന് അവളെ ഒരൊറ്റ ഏറായിരുന്നു. ശേഷം ഡോർ ക്ലോസ് ചെയ്ത് ഡ്രൈവിംഗ് സീറ്റിൽ കയറാൻ നേരാണ് നിമിഷ അവനെ വിളിച്ച് കുറച്ച് മാറി നിന്ന് സംസാരിക്കുന്നത്. ആദിക്കിപ്പോൾ പ്രിയയോട് ദേഷ്യമൊന്നുമില്ലായിരിക്കാം, പക്ഷേ എനിക്ക് അവളെൻ്റെ ശത്രു ലിസ്റ്റിലാണ്. അവൾ എന്നോട് ചെയ്തതൊന്നും ഞാൻ അത്ര പെട്ടെന്ന് മറക്കാനൊന്നും പോണില്ല. ആ ദിവസം ഇപ്പോഴെൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല ആദി. ഇനി അങ്ങോട്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെ എന്താവും എന്ന കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറഞ്ഞ നിമിഷ ഇല്ലാത്ത സങ്കടമൊക്കെയും വരുത്തി അവിടെ നിന്ന് നടന്നു നീങ്ങിയതും ആദിയുടെ ഉള്ളിൽ പ്രിയയോട് ഇത്രയും നേരം ഉണ്ടായിരുന്ന പേരറിയാത്ത വികാരത്തിന് പകരം ദേഷ്യം വന്ന് നിറയുന്നുണ്ടായിരുന്നു. ആദ്യ നിമിഷ പോയ വഴി ഒന്ന് നോക്കി വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ കാറിൻ്റെ ഡോർ തുറന്ന് സീറ്റ് ബെൽറ്റ് ഇട്ട് വണ്ടി മുന്നോട്ടെടുത്തു. ഹൈവേയിലൂടെ വണ്ടി ചീറിപ്പാഞ്ഞു. വലിഞ്ഞു മുറുകിയ മുഖവുമായി ആദ്യ വണ്ടിയോടുക്കുന്നത് കണ്ടതും പ്രിയക്ക് മനസ്സിലായി നിമിഷ എന്തോ കാര്യമായി പറഞ്ഞിട്ടുണ്ടെന്ന്. ആദിക്ക് പിന്നെ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ജീവനായിരുന്നു. പക്ഷെ കൂട്ടത്തിൽ നിന്ന് ചതിക്കുന്നവളെ ആദ്യ തിരിച്ചറിയുന്നില്ലല്ലോ എന്നോർത്ത് പ്രിയയുടെ ഉള്ളിൽ അവനോട് സഹതാപമാണ് തോന്നിയത്. തക്കതായ തെളിവുകളില്ലാതെ നിമിഷയെക്കുറിച്ച് തങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞാൽ ആദ്യ വിശ്വസിക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് അവൾ അന്നേരം ഒന്നും പറയാനെന്നില്ല. ആദിയുടെ വണ്ടി വീട്ടുമുറ്റത്ത് നിന്നതും പ്രിയ ഡോർ തുറന്ന് ഇറങ്ങാനൊരുങ്ങി. മുറ്റത്ത് നിർത്തിയിരിക്കുന്ന 2-3 കാറുകളിലേക്ക് പ്രിയയുടെ കണ്ണുകളുടക്കി. ഒന്ന് നിന്നേ. എന്താ? വീട്ടിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഫാമിലി വന്നിട്ടുണ്ട്. നിന്നെ കാണാനാണ് അവർ വന്നത്. പെട്ടെന്ന് ഫ്രഷായി മനുഷ്യന്മാർ ധരിക്കുന്ന വല്ല ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഇട്ടിട്ട് വന്നാൽ മതി. ഓ, പെണ്ണ് കാണൽ ആഫ്റ്റർ മാരേജ്. വെറൈറ്റി സാധനം. സാരി ഉടുത്താൽ മതിയോ ചേട്ടാ? എന്ത് കുന്തം വേണേലും ഇട്ടിട്ട് വാ, പക്ഷെ മുതിർന്നവർ കാണുമ്പോൾ മുഖം തിരിക്കുന്ന തരത്തിലാവരുത് എന്ന് മാത്രം. നീ ഇനി സാരിയോ ചുരിദാറോ എന്തിട്ടാലും കണക്കാ. അതൊക്കെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞതാ. ആദ്യം എങ്ങോട്ടോ മിഴികളോന്നിക്കൊണ്ട് പറഞ്ഞു. ഇങ്ങനൊന്നും അല്ലല്ലോ ആദ്യം മുൻപ് പറഞ്ഞിട്ടുള്ളത്. പ്രിയ ആദിയുടെ മുഖത്തേക്ക് നോട്ടം പായിച്ചുകൊണ്ട് ചോദിച്ചു. ഇപ്പം നിൻ്റെ ഉള്ളിലുള്ളത് പുറത്ത് ചാടിക്കാൻ വേണ്ടി കുറച്ച് കള്ളങ്ങൾ പറയേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ സത്യമാണെന്നാണോ നീ കരുതിയത് എന്നും പറഞ്ഞ് അവൾക്ക് നേരെ പുച്ഛം വാരി വെതറി ആദ്യ വണ്ടിയിൽ നിന്നും ഇറങ്ങി. പിന്നാലെ പ്രിയയും. ആദ്യ അകത്തേക്ക് കയറിയതും അവിടെ നടന്നുകൊണ്ടിരുന്ന ചർച്ച പൊടുന്നനെ നിന്നു. അതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നവരുടെ മുഖത്ത് ഒക്കെയും പെട്ടെന്ന് ഗൗരവം നിറഞ്ഞു. ചെമ്മയും അമ്മമ്മയും മുഖത്തില്ലാത്ത ഗൗരവം വരുത്തിക്കുന്നു. അത് കണ്ടപ്പോൾ തന്നെ ആദിക്ക് ചിരി വരാൻ തുടങ്ങി. പിന്നെ തൻ്റെ അച്ഛൻ ശങ്കറിൻ്റെ മുഖം കണ്ടതും ചിരിക്കാൻ തോന്നിയില്ല. ഒപ്പം മാമന്മാരും വല്യച്ഛനും എന്തോ കൊലപാതകം ചെയ്ത പോലെ രൂക്ഷമായി തന്നെ നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞ ആദി ഒന്നും പറയാൻ നിൽക്കാതെ അവിടെ നിന്ന് നടക്കാനൊരുങ്ങി. ആദി, നീ ഇവിടെ നിൽക്കുന്നവരെയൊന്നും കണ്ടില്ലേ? ആദിയുടെ അച്ഛൻ ഗൗരവത്തിൽ ചോദിച്ചു. കണ്ടു. പിന്നെ എന്താ നീയൊന്നും മിണ്ടാതെ പോകുന്നത്? എല്ലാവരും എന്നെ എന്തോ ഒരു അന്യഗ്രഹ ജീവിയെ പോലെ നോക്കുന്നത് കണ്ടപ്പോൾ മിണ്ടാൻ തോന്നിയില്ല. എങ്ങനെ നോക്കാതിരിക്കും? അമ്മാതിരി പ്രകടനായിരുന്നല്ലോ ഇന്ന് കോളേജിൽ നടന്നത്. എന്നിട്ട് ആ കുട്ടി എവിടെ? ഇപ്പോൾ വരും. ആദി, ഇനി എന്താ നിന്റെ തീരുമാനം? കെട്ടിപ്പോയില്ലേ, ഇനി ജീവിതകാലം മുഴുവനും അങ്ങ് സഹിച്ചല്ലേ പറ്റൂ. ആദി എങ്ങോട്ടോ മിഴികളൂന്നിക്കൊണ്ട് പറഞ്ഞു. എന്നാലും
തന്തയും തള്ളയും ആരെന്ന് പോലും അറിയാത്തൊരു പെണ്ണിനെ എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിൽ കയറ്റുക? ആദിക്ക് തൻ്റെ മാമൻ ആ പറഞ്ഞത് അത്ര ബോധിച്ചില്ല. അതിന് തന്തയുടെയും തള്ളയുടെയും കൂടെ അല്ലല്ലോ വല്യമാവാൻ ഞാൻ ജീവിക്കുന്നത്, അവളുടെ കൂടെയല്ലേ. അച്ഛനും അമ്മയും ഇല്ലാത്തതിന് ആ കുട്ടി എന്ത് ചെയ്തു? നമ്മുടെ മുകുന്ദൻ്റെ വേണ്ടപ്പെട്ട കുട്ടിയാണ്, അതുകൊണ്ട് എനിക്കൊരു ടെൻഷനും ഇല്ല. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമേ അല്ല. ഇന്ന് കല്യാണം നടന്ന ആ സാഹചര്യം, പിന്നെ ഇപ്പോഴും ഒരു കല്യാണം, രണ്ടുപേരും പഠിക്കുകയല്ലേ, അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം. ശങ്കറിൻ്റെ വാക്കുകളിൽ ഒരച്ഛൻ്റെ ആകുലത നിറഞ്ഞിരുന്നു. അതിന് ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നൊന്നുമില്ലല്ലോ. അവൾ അവിടെ കഴിഞ്ഞോളും, ഞാനിവിടെയും. 2 വർഷം കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെയും. ആദ്യം തൻ്റെ ഭാഗം വ്യക്തമാക്കി. അതൊന്നും പറ്റില്ല, ഞാൻ നേരത്തെ നിന്റെ ജാതകം കണിയാനെ കാണിച്ചതാ. അപ്പം അദ്ദേഹം പറഞ്ഞത് എത്രയും പെട്ടെന്ന് കുടുംബക്ഷേത്രത്തിൽ വെച്ച് കെട്ടി നടത്തണമെന്നാ. ഈ കുട്ടി നിന്റെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുമെന്നാ ജോത്സ്യം പറഞ്ഞത്. നന്ദിനി അമ്മ വിടർന്ന മുഖത്തോടെ പറഞ്ഞു. അതിനിടയിൽ അമ്മ ജോത്സ്യനെയും കണ്ട? എനിക്കിതിലൊന്നും വിശ്വാസമില്ലെന്ന് നമുക്കറിഞ്ഞൂടെ. ഇനി എന്താന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചാൽ മതി, ഞാൻ അനുസരിച്ചോളാം, ആദ്യം എല്ലാവരെയും നോക്കി പറഞ്ഞു. അത്ര പെട്ടെന്ന് തീരുമാനിക്കാൻ വരട്ടെ. എനിക്ക് കുട്ടിയെ കണ്ട് ബോധിക്കണം. എൻ്റെ കൊച്ചുമോൻ്റെ പെണ്ണെന്ന് പറയുമ്പോൾ എനിക്ക് ചില സങ്കല്പങ്ങളുണ്ട്. അങ്ങനെ കണ്ടവൾമാർക്കൊന്നും ഞാൻ എൻ്റെ കൊച്ചിനെ കൊടുക്കില്ല, ആദിയുടെ അച്ഛമ്മ പറഞ്ഞു. ഇനി അമ്മ കൊടുക്കൊന്നും വേണ്ട, ലീഗലി അവളിപ്പോൾ ആദിയുടെ ഭാര്യയാണ്. ശങ്കർ അത് പറഞ്ഞ് തീരുന്നതിന് മുന്നേ പ്രിയ അങ്ങോട്ട് വന്ന് കഴിഞ്ഞിരുന്നു. വാതിൽക്കലിൽ അനുവാദത്തിനെന്നവണ്ണം കാത്തു നിൽക്കുന്ന പ്രിയയിലേക്ക് ആദിയുടെ കണ്ണുകൾ ചെന്നുടക്കി. ഇവൾ ഇത്ര പെട്ടെന്ന് വന്നാ? കുളിയും നനയൊന്നും ഇല്ലേ? ആദി വിചാരിക്കുകയാണ്. ക്രീം കളറിലുള്ള ചുരിദാർ അണിഞ്ഞ് മുടിയൊക്കെ ഭംഗിയിൽ ഒതുക്കി കെട്ടി താൻ കെട്ടിയ താലി എല്ലാവരും കാണുന്ന തരത്തിൽ പുറത്തിട്ടു. നെറ്റിയിൽ സിന്ദൂരം ചാർത്തി നിഷ്കളങ്കതയുടെ നിറകുടമായി ഡോറിൻ്റെ ഭാഗം നിൽക്കുന്നു. നേരത്തെ കോളേജിൻ്റെ വാഷ്റൂമിൻ്റെ ഭാഗത്ത് വെച്ച് തൻ്റെ മുന്നിൽ നിന്ന് ഷർട്ടൂരി നിന്ന പെണ്ണ് തന്നെയാണോ ഇതെന്ന് അവനൊരു നിമിഷം ചിന്തിച്ചു പോയി. പ്രിയയെ കണ്ട ആദിയുടെ അമ്മ അവളെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയതും പെണ്ണ് നേരെ ചെന്ന് അച്ചമ്മയുടെ കാൽ തൊട്ട് വണങ്ങി, കൂടെ അമ്മമ്മയുടെയും. അതോടെ അവർ രണ്ടും ഫ്ലാറ്റ്, കൂടെ ആദിയുടെ അച്ഛൻ്റെയും വല്യച്ഛൻ്റെയും മാമമാരുടെയും കാൽ തൊട്ട് വണങ്ങി. കുട്ടി അവിടെ ഇരുന്നോളൂ. അച്ചമ്മയുടെ സ്വരത്തിൽ ഇത്തവണ സ്നേഹം കലർന്നിരുന്നുവോ എന്ന് ആദി ചിന്തിക്കാതിരുന്നില്ല. ഹേ വേണ്ട മുത്തശ്ശി, പ്രിയ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ഞാൻ ആദിയുടെ അച്ചമ്മയാ, കൈലാസത്തിൽ അരുന്ധതി ദേവി. കുട്ടി കേട്ട് കാണും, ഞങ്ങൾ പേര് കേട്ട കുടുംബക്കാരാ, അച്ചമ്മ ഇത്തിരി ഗമയോട് കൂടി പറഞ്ഞു. തൊട്ടടുത്തിരിക്കുന്ന നന്ദിനിയുടെ അമ്മ സരസ്വതിയെന്ന് നോക്കി. കൈലാസത്തിൽ പാർവതി ദേവി എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ അരുന്ധതി ദേവി എന്ന് കേട്ടിട്ടില്ല എന്ന് പറയാനാണ് പ്രിയക്ക് ആദ്യം തോന്നിയത്. അങ്ങനെ പറഞ്ഞാൽ തറുതലായി പോവില്ലേ എന്ന് കരുതി കേട്ടിട്ടുണ്ട് മുത്തശ്ശി എന്ന് അങ്ങ് ചുമ്മാ വെച്ച് കാച്ചി. വയസ്സന്മാരെ കുപ്പിയിലാക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ എന്ന് പ്രിയക്ക് അറിയായിരുന്നു. ഞാൻ ആദിമോൻ്റെ അമ്മയുടെ അമ്മയാ, അനന്തപുരിയിൽ സരസ്വതി അമ്മ. കുട്ടി കേട്ടിട്ടുണ്ടോ? നന്ദിനിയുടെ അമ്മ സരസ്വതിയും ഗമ ഒട്ടും കുറച്ചില്ല. ദൈവമേ, മുത്തശ്ശിമാർ രണ്ടും തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷൻ ആണെന്ന് തോന്നുന്നു. മാൽപുരി, പാനിപൂരി, ബേൽപുരി, പിന്നെ സാദാപൂരി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, എന്നല്ലാതെ അനന്തപുരി കേട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കേട്ടിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞേക്കാം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് പ്രിയ പറഞ്ഞു. അതും കേട്ടിട്ടുണ്ട് മുത്തശ്ശി. മിടുക്കി, കേൾക്കാതിരിക്കാൻ വഴിയില്ലല്ലോ, അത്രയ്ക്കും തറവാടികളാണ് അനന്തപുരിക്കാർ. സരസ്വതി പ്രിയയെ നോക്കിക്കൊണ്ടത് പറഞ്ഞു. ശേഷം അരുന്ധതിക്ക് നേരെ പുച്ഛം വാരി വിതറി. എന്താ കുട്ടിയുടെ പേര്? ആദിയുടെ വല്യച്ഛനായിരുന്നു ചോദിച്ചത്. പ്രിയംവദ. പക്ഷേ നിങ്ങളെപ്പോലെ അതിന് മുന്നിലോ പിന്നിലോ ഒന്നുമില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞ തന്തയും തള്ളയും ആരാന്നറിയാത്തവൾ. അത് പറയുമ്പോൾ പ്രിയയുടെ തൊണ്ടയിൽ ഗദ്ഗതം കുടുങ്ങിക്കിടന്നിരുന്നു. എനിക്കറിയില്ല എന്തിനാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഉപേക്ഷിച്ചതെന്ന്. ഓർമ്മ വെച്ച നാൾ തൊട്ട് ഞാൻ കേൾക്കുന്നതാ, തന്തയില്ലാത്തവൾ, തള്ളയില്ലാത്തവൾ, നല്ല തന്തക്കും തള്ളക്കും ജനിച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ. ഒരു അനാഥയായി ജനിച്ചത് എൻ്റെ കുറ്റമല്ലല്ലോ. അത് പറയുമ്പോൾ പ്രിയ ആദ്യം ഒന്നും നോക്കാനും മറന്നില്ല. പറഞ്ഞത് കേട്ടപ്പോൾ ആദിയുടെ ഉള്ളിലും ചെറിയൊരു വിഷമം തോന്നി. ഇന്ന് കോളേജിൽ വെച്ച് നടന്നതിൽ എനിക്കോ ആദിക്കോ ഒരു പങ്കുമില്ല. അപ്പോഴത്തെ സാഹചര്യത്തിൽ ആദിക്ക് എൻ്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നു എന്നത് ശരിയാണ്. എന്ന് വെച്ച് ജീവിതകാലം മുഴുവനും ആദിയുടെ ജീവിതത്തിൽ ഒരു തടസ്സമായി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെപ്പോലൊരു പെണ്ണല്ല ആദിയുടെ ലൈഫിൽ വരേണ്ടത്. നിങ്ങളുടെ പദവിക്കും കുടുംബ മഹിമയ്ക്കും ചേർന്ന പെണ്ണാണ് ആദിക്ക് വേണ്ടത്. 6 മന്ത് കഴിഞ്ഞാൽ മ്യൂച്വൽ ഡിവോഴ്സ് നടത്താൻ പറ്റും. അന്ന് എവിടെയാണ് ഒപ്പിടേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ തയ്യാറാണ്. എന്നാൽ ഞാൻ പോട്ടെ. അന്നേരം പ്രിയയുടെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. അതവൾ അതിവിദഗ്ധമായി മറച്ചു പിടിച്ചു. എൻ്റെ പൊന്നോ, ഇവൾ അഭിനയിച്ച് തകർക്കുവാണല്ലോ. എന്തൊരു ടൈമിങ്, എന്തൊരു പെർഫെക്ഷൻ. പ്രിയയുടെ പ്രവർത്തികൾ കണ്ട് ആദ്യം ആത്മകഥം പറഞ്ഞുപോയി. പ്രിയ അത് പറഞ്ഞു നടക്കാനൊരുങ്ങിയതും ഒരു പിൻവിളി കേട്ടു. നിന്നങ്ങനെ വിടാൻ ഞങ്ങൾ ഒരുക്കല്ലെങ്കിലോ? നമ്മുടെ കൈലാസത്തിൽ അരുന്ധതി ദേവി അതും പറഞ്ഞ് എഴുന്നേറ്റ് വന്ന് പ്രിയയെ ചേർത്ത് പിടിച്ചു.
കൈലാസത്തിൽ അരുന്ധതി ദേവിയുടെ കൊച്ചുമോൻ ആദിമോൻ്റെ പെണ്ണായി ഞങ്ങൾക്ക് നിന്നെ മതിയെങ്കിലോ? അല്ലേടാ ശങ്കു? ആദിയുടെ അച്ഛനെ വിളിച്ചത് കേട്ടോ. ഇത് കണ്ട നമ്മുടെ സരസ്വതി അമ്മയ്ക്ക് കുരു പൊട്ടി തുടങ്ങി. അവൻ കൈലാസംകാരുടെ മാത്രം സ്വകാര്യ സ്വത്തൊന്നും അല്ല. എൻ്റെ മോള് നന്ദിനി അവൻ്റെ അമ്മയാണെങ്കിൽ ആദിമോൻ അനന്തപുരിയിലെ സരസ്വതിയുടെ കൊച്ചുമോൻ കൂടിയാണ്. 10 ആനകൾ സ്വന്തമായുള്ള തറവാടാണ് അനന്തപുരി. ആന ഉണ്ടായിട്ട് ഇപ്പം എന്ത് കാര്യം? ആനപ്പിണ്ടം വാരി വാരി പാപ്പാൻ്റെ നടുവടിയോ എന്നല്ലാതെ അരുന്ധതി വിട്ടുകൊടുത്തില്ല. പറഞ്ഞത് സരസ്വതിക്ക് തീരെ ഇഷ്ടമായില്ല. അരുന്ധതിക്ക് ആനയുടെ പവർ ഞാൻ കാണിച്ചു തരാം. ആദിമോൻ്റെ കല്യാണത്തിന് പന്തലിൻ്റെ മുന്നിൽ ഞാൻ 2 ആനയെ കൊണ്ട് നിർത്തും. ആനയായിരിക്കും കല്യാണത്തിന് വരുന്ന പ്രമുഖന്മാരെ സ്വീകരിക്കുന്നത്. സരസ്വതിയും വിടാൻ തയ്യാറല്ല. എന്നിട്ട് വേണം കല്യാണത്തിന് വരുന്നവരെയും കൂടി ആന ചവിട്ടിക്കൊല്ലാൻ. അരുന്ധതി സരസ്വതിയെ നോക്കി പുച്ഛിച്ചു തള്ളി. എങ്കിൽ വെൽക്കം ഡ്രിങ്ക് കൂടി ആനയെ കൊണ്ട് കൊടുപ്പിക്കാം. എൻ്റെ അമ്മേ, ഇത് നിങ്ങൾക്ക് 2 പേർക്കും പൊങ്ങച്ചം പറയാനുള്ള വേദിയല്ല. നമ്മളിപ്പോൾ ആദിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാനാണ് വന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾ ആനയുടെയും ആനപ്പിണ്ടത്തിൻ്റെയും കണക്കെടുക്കുകയോ തൂക്കി വിളിക്കുകയോ എന്തു വേണേലും ചെയ്യൂ. ആദിയുടെ ചെറിയമ്മാവൻ അത് പറഞ്ഞതും സരസ്വതി തൻ്റെ മകനെ നോക്കി പേടിപ്പിച്ചു. അമ്മ ഇങ്ങനെ നോക്കുകയൊന്നും വേണ്ട, ഞാൻ കാര്യം പറഞ്ഞതാ. ആദിയുടെ ചെറിയമ്മാവൻ പറഞ്ഞതിനോട് എല്ലാവരും യോജിച്ചു. കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇനി ഒന്നുമില്ല. കണിയാൻ പറഞ്ഞതുപോലെ അടുത്ത മാസത്തെ ഏറ്റവും നല്ല മുഹൂർത്തം നോക്കി ഇവരുടെ കല്യാണം നടത്തുന്നു. ഇപ്പോൾ നിയമത്തിന് മുന്നിൽ മാത്രമല്ലേ പ്രിയമോൾ ആദിയുടെ ഭാര്യ, ദൈവത്തിന് മുന്നിൽ കൂടി ഒന്നായിട്ട് മതി ഇരുവരും ഒരുമിച്ചുള്ള താമസം. അരുന്ധതി ദേവി തൻ്റെ അഭിപ്രായം വ്യക്തമാക്കി. അരുന്ധതി പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. സരസ്വതി ഇത്തവണ അരുന്ധതിയെ പിന്താങ്ങി. കല്യാണം ഇത്ര പെട്ടെന്ന് വേണ്ട അച്ഛമ്മ, എനിക്ക് പഠിച്ചു കഴിയണം, സെറ്റിൽഡ് ആവണം, പിന്നെ എൻ്റെ ഡ്രീം അതുകൂടി കഴിഞ്ഞിട്ട് മതി ബാക്കിയെല്ലാം. അതുവരെ പ്രിയ അവൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോട്ടെ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോളാം. അതൊന്നും നടക്കില്ലാതി. നിന്റെ ഡ്രീം അതെന്താണെന്ന് ഞങ്ങൾക്കറിയാം. രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലാത്ത കുടുംബമാണ് നമ്മളുടേത്. അതുകൊണ്ട് നിനക്ക് അവിടെ ക്ലച്ച് പിടിക്കാൻ പറ്റില്ലാതി. അതുകൊണ്ട് കോളേജ് ലൈഫ് തീരുന്നതോടെ ഈ രാഷ്ട്രീയവും നിന്നിൽ നിന്ന് മാഞ്ഞു പോയിരിക്കണം. പിന്നെയുള്ളത് മ്യൂസിക്. ഇന്നത്തെ കാലത്ത് പാട്ടും കൂത്തും കൊണ്ടൊന്നും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ആദി. സിനിമയാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ അത് നടക്കാൻ പാടാണ് ആദി. ഈ 2 മേഖലയിലും വളരാൻ പാരമ്പര്യം വേണം. അതുകൊണ്ട് പഠിത്തം കഴിയുന്നതോടെ നീ അച്ഛനെ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യണം. അതാണ് വേണ്ടത്. അല്ലാതെ വെറുതെ തെണ്ടി തിരിഞ്ഞ് ജീവിതം കളയാൻ നിന്നെ ഞങ്ങൾ സമ്മതിക്കില്ല. നിനക്ക് ഉത്തരവാദിത്ത ബോധം ഉണ്ടാവണമെങ്കിൽ നിന്റെ കൂടെ പ്രിയം ഉണ്ടായേ പറ്റൂ. അതിന് നല്ലത് പെട്ടെന്നുള്ള ഈ കല്യാണം തന്നെയാണ്. കല്യാണം കഴിഞ്ഞു എന്ന് കരുതി ലൈഫ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നന്ദിനി അത്രയും പറഞ്ഞു നിർത്തിയതും ആദ്യം ഒന്നും മിണ്ടാതെ തൻ്റെ റൂം ലക്ഷ്യം വെച്ച് നടന്നു. മോർണിംഗ് വന്ന് ഇവിടെ ഇരിക്കുക എന്നും പറഞ്ഞ് സരസ്വതി പ്രിയയെ പിടിച്ച് തൻ്റെ ഇടതുവശം ചേർത്തിരുത്തിയപ്പോൾ ഇനിയിപ്പോൾ അരുന്ധതി മുത്തശ്ശിക്ക് വിഷമമായാലോ എന്ന് കരുതി പ്രിയ ഇരുവരുടെയും നടുവിൽ വരുന്ന രീതിയിൽ വന്നിരുന്നു. എല്ലാവർക്കും പ്രിയയെ ഒരുപാട് ഇഷ്ടമായി. അനാഥക്കുശി എന്നറിഞ്ഞത് മുതൽ അവരൊക്കെ പ്രിയയോട് വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും പെരുമാറി. മുത്തശ്ശിമാർ പരസ്പരം മത്സരിച്ച് പ്രിയയെ സ്നേഹിച്ചു. ആദ്യമായി അവരുടെയൊക്കെ സ്നേഹം അനുഭവിച്ചറിഞ്ഞതും പ്രിയയ്ക്ക് എന്നെന്നും ആ സ്നേഹം കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു തോന്നലുണ്ടായി. എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിഞ്ഞിട്ടാണ് പ്രിയ അവിടെ നിന്ന് മടങ്ങിയത്. പൂജയ്ക്കും മിനുവിനുള്ള ഭക്ഷണം പ്രിയയുടെ കയ്യിൽ നന്ദിനി കൊടുത്തുവിട്ടിരുന്നു. നേരം ഇരുട്ടിയിരുന്നതിനാ പ്രിയയെ താൻ ഔട്ട് ഹൗസ് വരെ കൊണ്ടാക്കി വരാം എന്നും പറഞ്ഞ് ആദ്യം അവളുടെ പിന്നാലെ വെച്ച് പിടിച്ചു. തൻ്റെ പിറകെ വരുന്ന ആദിയെ കണ്ട് പ്രിയ നടത്തത്തിൻ്റെ വേഗത ഒന്ന് കുറച്ചു. ഒന്ന് നിന്നേ. ആദിയുടെ വിളി കേട്ടു പ്രിയ ഒന്ന് നിന്നു. അഭിനയം കലക്കിട്ടോ, വല്ല സിനിമയിലാണെങ്കിൽ ഓസ്കാർ കിട്ടിയാനേ. ആദിയുടെ പരിഹാസം കേട്ടിട്ടും അന്നേരം പ്രിയ ഒന്നും മിണ്ടിയില്ല. അവൾ ഒരു ചെറുചിരിയിൽ മറുപടി ഒതുക്കി നടത്തം തുടർന്നു. എന്തേ, ഒന്നും പറയാനില്ലേ? ഇല്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞാ നിനക്ക് 9,000 പറയാൻ കാണുമല്ലോ. അത് നിനക്ക് എന്താ ഇപ്പം വേണ്ടേ? എനിക്കെന്താ വേണ്ടതെന്നറിഞ്ഞാൽ നീ തരുമോ? അവളെ മൊത്തത്തിൽ ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് ആദി ചോദിച്ചു. നീ പോയാ ആദി, എനിക്ക് നിന്നോടെ സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. പക്ഷേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഞാൻ കല്യാണം 2 വർഷം കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞതേ എന്തിനാണെന്നറിയോ? തനിക്കെന്തോ ഡ്രീമോ തേങ്ങയോ മാങ്ങയോ ഉണ്ടെന്നല്ലേ നേരത്തെ പറഞ്ഞത്. എനിക്ക് ചെവിക്ക് ഒരു കുഴപ്പമില്ല. പ്രിയ താല്പര്യമില്ലാത്ത മട്ടി പറഞ്ഞു. അതൊരു കാരണമാണ്. പക്ഷെ പ്രൈമറി എയിം അതല്ല. എൻ്റെ പൂമ്പാറ്റപ്പെണ്ണിനെ സ്വന്തമാക്കാൻ വേണ്ടിയാ. ഇത്രയും നേരം താല്പര്യമില്ലാത്ത മട്ടി നിന്നിരുന്ന പ്രിയ ഇത്തവണ ആദ്യം ഒന്ന് നോക്കിപ്പോയി. അവളുടെ ആ നോട്ടം കണ്ട ആദിയുടെ ചുണ്ടിൽ ഒരു തരം ചിരി വിരിഞ്ഞു. അതെ, എൻ്റെ മാത്രം പൂമ്പാറ്റപ്പെണ്ണ്. പേര് ശലഭ എന്നാണ്. അവളാണ് എൻ്റെ പ്രണയം. ആദി പ്രണയിച്ചതും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതും അവളെയാണ്. അതിനിടയിലാണ് നീ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. അന്നേരത്തെ സിറ്റുവേഷനിൽ നമ്മുടെ മുന്നിൽ ആ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് നീയുമായി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയ ഒരു മ്യൂച്വൽ ഡിവോഴ്സ്, അതായിരുന്നു എൻ്റെ പ്ലാൻ. അതിനിടയിലാണ് അമ്മ കാര്യങ്ങൾ അച്ഛനെ അറിയിക്കുന്നത്. അങ്ങനെ കുടുംബം മൊത്തം അറിഞ്ഞു. നിന്നെ പോലൊരുത്തിയെ ഞങ്ങളുടെ ഫാമിലി ആക്സെപ്റ്റ് ചെയ്യില്ല എന്നതായിരുന്നു എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. പക്ഷെ അതൊക്കെ തെറ്റിച്ച് നീ എല്ലാവരെയും കുപ്പിയിലാക്കി നമ്മുടെ കല്യാണം ഉറപ്പിക്കുകയും ചെയ്തു.
അല്ലേലും ആദിയുടെ സ്റ്റാറ്റസിന് ചേർന്ന പെണ്ണാണോ നീ? എൻ്റെ മനസ്സിലുള്ളത് നിന്നെപ്പോലെ ഒരുത്തി അല്ലായിരുന്നു. നീ ഇനി എന്ത് കോലം കെട്ടി വന്നാലും എൻ്റെ പൂമ്പാറ്റ പെണ്ണിൻ്റെ 7 അയലത്ത് വരില്ല. അത്രയ്ക്കും സൗന്ദര്യം അവൾക്ക്. എന്തൊരു ഐശ്വര്യമാണ് ആ മുഖത്ത്. ഒരു നാടൻ സുന്ദരി. ആദ്യ ഉള്ളിലൂറിയ ചിരി മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. താൻ പൂമ്പാറ്റയോ ചീവീടിനെയോ ആരെ വേണേലും സ്നേഹിച്ചോ, അതിന് എനിക്കെന്താ? ഒരു ചെലബ. ആരെങ്കിലും ഇമ്മാതിരി പേരിടുവോ? വല്ല കാട്ടുജാതി ആയിരിക്കും. പിന്നെ കാട്ടുജാതി. അത് നീ. എൻ്റെ പൂമ്പാറ്റയെ നീ കണ്ട കണ്ണെടുക്കില്ല. ഓ പിന്നെ. അല്ല, തനിക്ക് ചലബയുടെ കാര്യം എല്ലാവരുടെ മുന്നിൽ വെച്ച് തുറന്ന് പറയായിരുന്നില്ലേ? എങ്കിൽ അവർ നമ്മുടെ കല്യാണം തീരുമാനിക്കുമായിരുന്നോ? ചലബ അല്ല പ്രിയ, ശലഭ. എൻ്റെ ശലഭം. ഓ, രണ്ടും കണക്കാ. അതാണ് ഞാനും പറയാൻ വന്നത്. ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ കല്യാണം ഒന്ന് തീരുമാനിച്ചു. അതങ്ങ് നടക്കട്ടെ. ഞാൻ എൻ്റെ പൂമ്പാറ്റയോട് എല്ലാം പറഞ്ഞോളാം. അവൾക്ക് എൻ്റെ സംശയമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞാലും നീ എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത് പ്രിയ. അതൊക്കെ എൻ്റെ പൂമ്പാറ്റയ്ക്ക് വേണ്ടി മാത്രം ഞാൻ മാറ്റിവെച്ചിരിക്കുക. എനിക്ക് തൻ്റെ ഒന്നും വേണ്ടടോ. അല്ലെങ്കിലും ഞാനും തന്നെ സ്നേഹിക്കാനൊന്നും പോണില്ല. പ്രിയ ഉള്ളിലുള്ള സങ്കടം പുറത്ത് കാണിക്കാതെ പറഞ്ഞു. അവളും നിന്നെപ്പോലെ ഒരു കൊച്ചു പെണ്ണാ. പഠിക്കുക. അവളുടെ പഠിത്തം കഴിയും വരെ നീ എൻ്റെ കൂടെ കൂടിക്കോ. എനിക്കൊരു ടൈം പാസ് ആവുമല്ലോ. എന്നിട്ടേ നമുക്ക് ഡിവോഴ്സ് ചെയ്തേക്കാം. ഇതിപ്പോൾ ആരും അറിയണ്ട. അവരൊക്കെ നല്ല സന്തോഷത്തിലാ. ഇനിയും നമ്മൾ അവരെ വിഷമിപ്പിക്കണോ? പ്രിയ അവന് മറുപടി ഒന്നും കൊടുക്കാതെ ഔട്ട് ഹൗസ് ലക്ഷ്യം വെച്ച് നടന്നു. പ്രിയ, നിനക്ക് വേണമെങ്കിൽ എൻ്റെ പൂമ്പാറ്റയെ കാണിച്ചു തരാം. ഫോണിൽ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അത് വേണ്ട, നാളെ എൻ്റെ കൂടെ വന്നാൽ നേരിട്ട് കാണിച്ചു തരാം. ആദ്യം പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് കേട്ടതും പ്രിയ നിറയാൻ വെമ്പെന്ന് മിഴികളെ ശ്വാസിച്ച് നിർത്തി അകത്തേക്ക് കയറിപ്പോയി. അവൾക്കിട്ട് ഒരു ഡോസ് കൊടുക്കാൻ പറ്റിയതിൻ്റെ നിർവൃതിയിൽ ആദ്യം തിരികെ അവൻ്റെ വീട്ടിലേക്ക് നടന്നു. സമയം രാത്രി 12 മണി. പ്രിയയും പൂജയും മിന്നുവും കോളേജിൻ്റെ പിന്നാമ്പുറത്ത് ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ നിൽപ്പുണ്ട്. അയാൾ വരാന്ന് പറഞ്ഞിട്ട് എവിടെ? നമ്മളിത് എത്ര നേരാന്ന് വെച്ചിട്ട് എവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ആ ചൊറിയൻ ആദ്യമാണെങ്കിൽ കുറേ നേരമായി എന്നെ ഫോണിൽ വിളിക്കാൻ തുടങ്ങിയിട്ട്. കോളേജിൽ വെച്ച് എന്നെ കണ്ട ശത്രുവിനെ പോലെ പെരുമാറും. എന്നാലോ രാത്രിയാകുമ്പോൾ പാതിരാ വരെ നീളുന്ന ഫോൺ വിളിയും. എന്നിട്ടോ അവൻ്റെ പൂമ്പാറ്റ പെണ്ണിനെ വർണ്ണിക്കും. അവൻ്റെ ഒരു ശലഭ. പ്രിയ പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് താല്പര്യമില്ലെങ്കിൽ കട്ട് ചെയ്താൽ പോരെ? പൂജ ചുണ്ടിലൊളിപ്പിച്ച ചിരിയാലെ പറഞ്ഞു. പിന്നെ ഇവള് കട്ട് ചെയ്യാനോ? ഇവൾക്ക് അവൻ്റെ ശബ്ദം കേൾക്കാതെ ഉറങ്ങാൻ പറ്റണ്ടേ? അല്ല പ്രിയ, ശരിക്കും അവന് മറ്റൊരു പെണ്ണിന് ഇഷ്ടമാണോ? അതറിഞ്ഞിട്ട് നീ എന്തിനാ അവനിങ്ങനെ ഉള്ളിക്കൊണ്ട് നടക്കുന്നത്? മിന്നു തൻ്റെ ഉള്ളിൽ വിരിഞ്ഞ സംശയം പ്രകടിപ്പിച്ചു. ചിലപ്പോൾ തോന്നും അവന് മറ്റൊരു ഇഷ്ടമുണ്ടെന്ന്, ചിലപ്പോൾ തോന്നും അങ്ങനെ ഒന്നുമില്ലെന്ന്. അതുപോലെയാ അവൻ പെരുമാറുന്നത്. പിന്നെ നീ ചോദിച്ചില്ലേ ഞാൻ എന്തിനാ അവനിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതെന്ന്? അതെനിക്കും അറിയില്ല. അവൻ എനിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. അത്രയും പറഞ്ഞ് പ്രിയ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അപ്പോഴേക്കും അവർ പ്രതീക്ഷിച്ച ആൾ അങ്ങോട്ട് വന്നു. ഒരു 10-20 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പയ്യൻ. അവൻ കുറച്ചു നേരം അവരോട് സംസാരിച്ചു. പ്രിയ തൻ്റെ ബാഗിൽ നിന്ന് കുറച്ച് നോട്ടുകെട്ടുകൾ എടുത്ത് അവന് നേരെ നീട്ടി. അവന് തൻ്റെ പോക്കറ്റിൽ ഭദ്രമായി വെച്ച ശേഷം കോളേജിൻ്റെ സ്റ്റോർ റൂം ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങി. 1 മണിക്കൂറിന് ശേഷം അവൻ ഓടിക്കിതച്ച് വന്നുകൊണ്ട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ പണം. നിങ്ങളെന്നെ ഏൽപ്പിച്ച കാര്യം എനിക്ക് നടത്താൻ പറ്റിയില്ല. ഞാൻ അകത്ത് കയറി കഴിഞ്ഞതും 2-3 പേര് അങ്ങോട്ട് വന്നു. അവർ കാണാതിരിക്കാൻ ഞാൻ മറഞ്ഞു നിന്നു. അവരുടെ ഉദ്ദേശവും പെട്ടി പൊക്കുക എന്ന് തന്നെയാണ്. കുറച്ച് കഴിഞ്ഞതും മറ്റാരുടെയും ശബ്ദം കേട്ടതും അവരും പണി നിർത്തി വെച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇനി അവിടെ നിന്നാൽ ഞാൻ പിടിക്കപ്പെടുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതാ നിങ്ങൾ തന്ന ക്യാഷ് എന്നും പറഞ്ഞ് അവൻ ഉള്ള ജീവൻ കൊണ്ട് ഓടി. പിന്നാലെ പ്രിയയും പൂജവും മിന്നും അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പ്രിയയും കൂട്ടരും വീട്ടിലേക്ക് തിരിച്ചു വരുന്നതും ഔട്ട് ഹൗസ് ലക്ഷ്യം വെച്ച് കയറി പോകുന്നതും ആദ്യം തൻ്റെ മുറിയിലെ ബാൽക്കണിയിൽ നിന്നും കാണുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഇവരിതെങ്ങോട്ടാ പോയത് എന്ന ചിന്തയിലാണ്ട് ആദ്യം എന്തോ ഓർമ്മ വന്ന പോലെ പ്രിയയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തതും പ്രിയ ആദ്യം എടുത്തില്ല. പിന്നെ നിർത്താതെ കോൾ ചെയ്യുന്നത് കണ്ടതും അവൾ കോൾ അറ്റൻഡ് ചെയ്തു. പ്രിയ, നീ എന്താ ഇത്രയും നേരം എൻ്റെ കോൾ എടുക്കാഞ്ഞത്? ഞാൻ ഉറങ്ങുകയായിരുന്നു ആദി. ഇല്ലെങ്കിൽ എന്നോട് സംസാരിക്കാതെ നീ ഉറങ്ങാറില്ലല്ലോ, ഇന്നെന്താ അങ്ങനെ? എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒന്നുമില്ലായിരുന്നു. അല്ലെങ്കിലും നീ എന്തിനാ ഈ പാതിരാക്ക് എന്നെ വിളിക്കുന്നത്? നീ പോയി നിന്റെ പൂമ്പാറ്റയോട് കിന്നരിക്ക് എന്ന് പറഞ്ഞ് പ്രിയ പെട്ടെന്ന് കോൾ അവസാനിപ്പിച്ചു. അവൾ തന്നോട് കള്ളം പറഞ്ഞത് എന്തിനായിരിക്കുമെന്നറിയാതെ ആദ്യം തൻ്റെ മുറിയിൽ ചെന്നിരുന്നു. ഒരുപാട് നേരം ആലോചനയിലാണ്ടു. വൈകാതെ അവൻ നിദ്രയെ പുൽകി. പിറ്റേ ദിവസം കോളേജിൽ ഇന്നാണ് ഇലക്ഷൻ റിസൾട്ട് അറിയുന്നത്. 2 പാർട്ടിക്കാരും ആകാംക്ഷയോടെ വിജയികളുടെ പേര് പ്രഖ്യാപിക്കുന്നത് കാത്തു നിൽപ്പാണ്.